ലോഡ് കയറ്റെല്ലാം 5-10 മിനിറ്റ് കൊണ്ട് കഴിയും. ഇവിടെ ടാക്കോ ഇന്നത്തെ ദിവസം പൊട്ടി കേട്ടോ. ആദ്യമായിട്ട് പൊട്ടിച്ച സാധനം കേട്ടോ. 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ട് ഞാൻ ടാക്കോ പൊട്ടിച്ചിട്ടുണ്ട്. ആ 9 മണിക്കൂർ കിടന്നുറങ്ങി 9 മണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് വണ്ടി എടുക്കേണ്ട സമയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ച് കൊടുക്കണം കേട്ടോ. മടുക്കുകയൊക്കെ ചെയ്യും. ലോഡ് കയറ്റി കഴിയുമ്പോൾ കുഴപ്പമൊന്നും ഓടിപ്പിക്കും. നമ്മൾ ആരെ കുറ്റം പറയുന്നൊന്നുമല്ല. ഹായ്, എന്നാണ്ട് സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് മരം കയറ്റാൻ വന്ന കേട്ടോ. ഇന്റർഹോൾസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇറ്റലി റോമയ്ക്ക്. അപ്പോൾ മരത്തിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണ്. മരത്തിൻ്റെ ലോഡിങ് ആണ്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്നിട്ട് ലോഡ് കയറ്റുക വേണ്ടത്. പിന്നെ ഇത് ഇങ്ങനെ എടുത്ത് വട്ടം എടുക്കുക, എന്നിട്ട് അടിക്കുക, ബെൽറ്റ് അടിക്കുക, പോവുക കേട്ടോ. നമ്മളിപ്പോൾ മരം ലോഡിങ്ങിനാണ് വന്നത് കേട്ടോ. ഫുള്ള് മരമാണ്. മരത്തിൻ്റെ ലോഡിങ്ങിന് എടുക്കാൻ വേണ്ടി വന്നു. ഇനിയിപ്പോൾ സൈഡ് പൊളിക്കണം, ലോഡ് കയറണം. കണ്ടോ മരം കിടക്കുന്നുണ്ട്. ഈ മരമാണ് കയറേണ്ടത്. ഒരു 3-4 മരം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ലോഡാവും. ഇപ്പോൾ ഈ ബെൽറ്റ് ലോഡ് എടുത്തിട്ട് മേലെ കയറ്റണം കേട്ടോ. അതാ പരിപാടി. ടോപ്പിൽ എറിഞ്ഞ് കൊള്ളിക്കണം. ഇത് മൊത്തം നമ്മുടെ ബെൽറ്റ് ഇട്ടിരിക്കുന്ന കേട്ടോ. ഇത് ബെൽറ്റ് ഇങ്ങനെ ബേക്ക് വരെ ഇടണം. ഇത് പൊളിച്ച സാധനമാണ്. ഇതുപോലെ ബെൽറ്റ് ഇടുക. ബെൽറ്റിന് മേലേക്ക് എറിയാണ്ട് കേട്ടോ കുറച്ചും കൂടി. ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയ ആണ്. ഇതൊക്കെ അതുപോലെ ഒരു ഐഡിയ പുറത്ത് ചെയ്യുന്നതാണ്. എല്ലാം മേലെ എറിഞ്ഞ് കയറ്റുന്നത്. ബെൽറ്റ് കിടക്കുന്നുണ്ടോ, നേരെ മേലേക്ക് എറിഞ്ഞ് പിടിപ്പിച്ച് കേട്ടോ. ഇത്രേ ഉള്ള പരിപാടി. പൊളിയൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല കേട്ടോ. പൊളിച്ചൊരു സെറ്റായി. ഒന്നും വിഷയമില്ല കേട്ടോ. ഇനിയപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ ലോഡ് കയറ്റുകയുള്ളൂ. നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ വരുക, ലോഡ് കയറ്റുക കേട്ടോ. ലോഡ് കയറ്റെല്ലാം 5-10 മിനിറ്റ് കൊണ്ട് കഴിയും പടപടെ. ഇതാണ് സാധനം കേട്ടോ. മരം എന്ന് പറഞ്ഞ ഇതാണ്. ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ച് കൊടുക്കണം കേട്ടോ. ഫോർക്ക് ലിഫ്റ്റ് വന്നിരിക്കുക. ഈ മരം എടുത്ത് തട്ടിയെടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്ട്. ഇപ്പം ഇത്ര ആയി കേട്ടോ. മുന്നോട്ടിട്ടു. ഇനിയിപ്പോൾ ബേക്കും കൂടി കയറ്റിക്കഴിഞ്ഞാൽ ലോഡായി. ഇത്രേ ഉള്ളൂ പരിപാടി. ലോഡ് കയറ്റി കഴിഞ്ഞാട്ടാ. ഫുള്ള് ലോഡ് കയറ്റി കഴിഞ്ഞു. അവിടെ പറഞ്ഞ ക്രോസ് ഉണ്ട്. മരം ഇത്രയേ ഉള്ളൂ. അടിപൊളി ലോഡായിരുന്നു ഇന്നത്തെ. കുഴപ്പമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ലോഡ് കയറ്റി കഴിഞ്ഞു. ചെറുങ്ങനെ മടുക്കുകയൊക്കെ ചെയ്യും. ലോഡ് കയറ്റി കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ ലോഡ് കയറ്റി പാലം വലിച്ച് ലെവലാക്കി ഫുള്ള് സെറ്റാക്കി കേട്ടോ. ലോഡൊക്കെ എടുത്ത് ഇറങ്ങും കേട്ടോ. ഇനി പുറത്തോട്ട് പട്ടയായിരുന്നു കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു. നമ്മളിപ്പോൾ ലോഡൊക്കെ എടുത്തിട്ട് മെയിൻ റോഡിൽ കയറി കേട്ടോ. 9-ാം നമ്പർ റോഡ്. ഇത് വലിയ റോഡാണ്. 9-ാം നമ്പർ. നേരെ മുഞ്ചനാണ് കേട്ടോ. മുഞ്ചൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ പോകുന്ന ഇറ്റലി റോം കേട്ടോ. ആ പോകുന്നൊരു പെണ്ണാണ് കേട്ടോ. വണ്ടി ഓടിച്ചിട്ട് പോകുന്ന മുമ്പിൽ. നമ്പർ റോഡിലുണ്ട്. നമ്മളിപ്പോൾ ഓസ്ട്രിയ കയറി കേട്ടോ. ആസ്ട്രിയ പലയാളും പല ഇതും പറയും. വെയിൽ മുമ്പിന്നാട്ടോ. മുമ്പിന്നാണ് വെയിൽ. ഇതൊക്കെ വാളടിച്ചിട്ടിരിക്കുന്ന കേട്ടോ. ഇത് താഴെ പുഴയാണ്. നമുക്കിത് ലോഡ് ഇറക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് നാളെ വൈകുന്നേരം 3 മണിക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം 850 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഓടിയെത്തുമോ നമുക്കറിയത്തില്ല. ഒരു പ്രതീക്ഷയില്ല എത്തുമെന്ന്. നമുക്കാണെങ്കിൽ നല്ല ടൈറ്റ് ലോഡ്, മുട്ടിച്ച ലോഡ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ പരമാവധി ചവിട്ടാണ്. റോമിലേക്കാണ് നമ്മൾ പോകുന്നത്. മാക്സിമം ചവിട്ടാം. ഇപ്പം ഇന്നിപ്പോൾ പോയിട്ട് നേരെ പോയി ബിബിൻഡിനോ പാർക്കിംഗ് ഉണ്ട്. ഇവിടുന്ന് ഒരു 160 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ആ ബിബിൻഡിനോ പാർക്കിംഗ് പോയിട്ട് അവിടെ സൈഡാക്കിയിട്ട് അവിടെ പോയി ഒരു കുളിയെല്ലാം കുളിച്ച് വരാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. എന്നിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് എടുത്തിട്ട് പോകും കേട്ടോ. നാളെയും ഇന്നിപ്പോൾ 10 മണിക്കൂർ ഡ്യൂട്ടിയാണ്. നാളെ 10 മണിക്കൂർ ഡ്യൂട്ടി എടുക്കും. അപ്പോൾ ഏകദേശം അടുപ്പിച്ചെത്തും പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ മേലെ കണ്ട ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. എന്താണത്? മനുഷ്യൻ തന്നെയല്ലേ? മനുഷ്യനെ പോലെ എന്തോ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടാവുക. ഇത് ബഹിരാകാശത്തേക്കുള്ള പോകുന്നതിൻ്റെ ഇതാ കേട്ടോ. ആസ്ട്രിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. A12 റോഡ് കേട്ടോ.
എവിടെ നോക്കിയാലും മലനിരകൾ. വൈകുന്നേരം പുള്ളി നടക്കാൻ ഇറങ്ങിയാണോ സംശയമുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കൺട്രോളാ, ആസ്ട്രിയ കൺട്രോളാ കേട്ടോ. ഇവിടെ എല്ലാം കയറുമ്പോൾ നമുക്ക് പേടിയാവാം. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കേസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും കേട്ടോ. നമുക്ക് വയലേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫൈൻ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഭയങ്കര പേടിച്ച് പറിച്ചിട്ട് അതിനകത്ത് കയറുക. നമ്മൾ വയലേഷനൊന്നുമില്ല, ദൈവം സഹായിച്ച് നമ്മൾ വയലേഷനൊന്നും ഇല്ലാണ്ട് പോകുന്നത്. ഈ വണ്ടിയല്ല അതിനകത്തോട്ട് കയറാൻ വേണ്ടി പോകുന്ന കേട്ടോ. എനിക്ക് ആ വണ്ടി എനിക്ക് എന്താ അടിപൊളിയാക്കി വെച്ചത്. ഓ, പെയിൻറ്റിങ്. ഇതൊരു ചെറിയൊരു പുഴ കേട്ടോ. വെള്ളമൊക്കെ പച്ച കളറാണ്, പച്ച കളർ. നമ്മുടെ നാട്ടിലെ ഈ ജീപ്പില്ലേ, ജീപ്പ് കോമ്പസ് ഇതാ പോകുന്നു. നല്ല റോഡാട്ടോ, നല്ല റോഡാണ്. ബൈക്ക് കണ്ടോ, ബൈക്കുകാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. മൊത്തം റോട്ടിൽ കൂടെ ഒക്കെ ബൈക്കുകാരാണ്. കാരണം സമ്മർ തുടങ്ങി. ജൂൺ ജൂലൈ സമയത്തൊക്കെ അല്ലേ അത്യാവശ്യം മറ്റേ നല്ല വെയിലൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വണ്ടി ഓടിച്ച് ഇറങ്ങി തുടങ്ങി. നമ്മുടെ വണ്ടിയെല്ലാം ഡീസൽ അടിക്കാൻ പോകുന്ന സ്ഥലം ഇതിലെയാണ് കേട്ടോ. ഇതിലെ അങ്ങ് ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിലൊരു പമ്പുണ്ട്. ആ മണ്ടയ്ക്ക് ഈ മുമ്പിൽ വരുന്ന പാലം കണ്ടോ, ആ പാലം അങ്ങ് കയറി ഇങ്ങോട്ട് പോകണം കേട്ടോ. അവിടെ പോയിട്ടാണ് നമ്മൾ ഡീസൽ അടിക്കുന്നത്. നമ്മുടെ കമ്പനി വണ്ടിയൊക്കെ ഡീസൽ അടിക്കുന്നത് അവിടുന്ന് കേട്ടോ. നമുക്കിപ്പോൾ ഡീസലിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ നേരെ ഓടി പോവുക കേട്ടോ. നമുക്ക് സമയം കുറവാണ്. ഇതൊക്കെയാണ് ചില ആളുകൾ പറയും നമുക്ക് ഇവിടെ ഇഷ്ടംപടി സമയവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയും. പക്ഷേ എനിക്കത് മനസ്സിലാകുന്നില്ല എന്താ സംഭവം. ഞാനൊക്കെ ഒന്ന് നല്ല ഓട്ടം ഓടുന്നത്. എനിക്കിനിയിപ്പോൾ 800 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നാളെ ഇറക്കേണ്ട ലോഡാണ്. അപ്പോൾ ചിലവർ പറയും സമയമൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നിന്ന് ഓടിപ്പിക്കും. നമ്മൾ ആരെ കുറ്റം പറയുന്നൊന്നുമല്ല. നമുക്ക് പണിയെടുക്കാനൊട്ട് പ്രശ്നമില്ല, നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ നമ്മളെക്കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിക്കും. അതിനനുസരിച്ച് നമുക്ക് ശമ്പളം തരും കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് നല്ല ടൈറ്റായി നടന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ജോലിയെടുത്ത് നമ്മുടെ കയ്യിൽ 10 രൂപ നമ്മുടെ കയ്യിലേക്കായി. അപ്പോൾ നമ്മൾ ഒരിക്കലും ആൾക്കാരും വിചാരിച്ചേക്കില്ല നമ്മളിങ്ങനെ നെഗറ്റീവ് പറയുന്നൊന്നും വിചാരിച്ചേക്കരുത്. പ്രത്യേകം പറയാം, നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന പിള്ളേരൊക്കെ നമ്മൾ ചിലവർ വിചാരിക്കുന്ന ഇവനെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്നത് എന്താ, നമ്മൾ എന്താ പറയുക വണ്ടി എല്ലാവരും ഓടിച്ച് പഠിച്ചിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, വരുമ്പം വണ്ടി ഓടിച്ചിട്ട് പഠിച്ചിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് കുറേ കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. കുറച്ചൊക്കെ ഇതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വരിക. അതായിരിക്കും ഏറ്റവും അടിപൊളി. വണ്ടി ഓടിയിരുന്നും വിഷയമൊന്നുമില്ല. നമ്മൾ സൗദി പോയ സമയത്ത് ഒരു പുല്ലും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എന്തറിഞ്ഞിട്ട് ഇതാക്കി പഠിച്ച് ഒന്നുമില്ല. നമ്മുടെ അവിടെ ഒരു ബൈച്ചോട്ടൻ ഉണ്ടായിരുന്നു. ബൈച്ചോട്ടനാണ് നമ്മളെ ഫുള്ള് ലെവലാക്കി വിട്ട വണ്ടി കേട്ടോ. അടിപൊളിയാക്കിയത് ബൈച്ചോട്ടനാണ്. പുള്ളീൻ്റെ സ്വന്തം വണ്ടി അവിടെ കൊണ്ട് പുള്ളി സ്വന്തമായിട്ട് എണ്ണ അടിക്കുന്ന പൈസ കൊണ്ടാണ് അവിടുന്ന് എന്നോട് വണ്ടി മുന്നോട്ടെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ലെവലാക്കി തന്നു. ചേട്ടൻ നല്ല രീതിയിൽ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. വേറെ രീതിയിൽ ഒത്തിരി നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നിന്ന മനുഷ്യനാണ് ബൈജോട്ടൻ. ആളിപ്പോൾ സൗദിയിലുള്ള. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനത്തെ ആളുകളെ കിട്ടിയായിരുന്നു. ഇവിടെ നമ്മുടെ കമ്പനികളിലുള്ള സുജിയേട്ടൻ, അതുപോലെ നിതിൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് ടീമുണ്ട്. നമ്മളെ ദൈവം എവിടെ പോയാലും വെറുതെ കളയൂല കേട്ടോ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മളാരെയും പറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇതൊരു പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളായി തുടങ്ങി കേട്ടോ. നമ്മൾ എവിടെ നിർത്തൂല. നമ്മൾ ബിബിൻ്റെ പാർക്കിംഗ് ആണ് ലക്ഷ്യം. നമ്മളും പിന്നെയും ബ്ലോക്കിൽ പെട്ട് കേട്ടോ. നല്ല ബ്ലോക്ക് അടിച്ചു, കിടിലം ബ്ലോക്ക്. ഇത് നമ്മുടെ ഇൻസ്ബർഗ് ആണ് കേട്ടോ. ഇൻസ്ബർഗ് ഒരു മല കയറേണ്ട ഭാഗമാണ്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് അടിച്ചു കേട്ടോ. ഈ മെയിൻ റോഡ് ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ റോഡ് ഇറക്കി വിടുന്നുണ്ട്. ടോമിൽ കാണിക്കുന്നുണ്ട്, ഇതിൽ നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഔട്ടർ റോഡൊക്കെ ഇറങ്ങി നല്ല കോമഡി ആയിരിക്കും. ഇതിലേക്ക് തിരിഞ്ഞ് മറിഞ്ഞ് കയറി വരുന്നത് പറയാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ സമയം കൈപ്പിടിച്ച് ഓടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. നമുക്കൊന്നാ സമയമില്ല നമുക്ക് നമ്മുടെ ലൊക്കേഷൻ എത്താൻ വേണ്ടി.
ബിബിൻ്റെ പോയാൽ നമുക്ക് കുളിക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓടുന്നത്. നമുക്കിനി കറക്റ്റ് 1 മണിക്കൂറേ ഉള്ളൂ ഓടാൻ വേണ്ടി. വഴി തിരിച്ചു വിട്ടോ, വഴി തിരിച്ചു വിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വരണം. റോഡെല്ലാം കണ്ട ഓസ്ട്രിയാണ്. അത് ഉടായിപ്പായിരിക്കും കേട്ടോ. ഡെയിലിയൊക്കെ പറയും, ചിലപ്പോൾ പറയാൻ പറ്റൂല. ഇല്ല, ഞാൻ വന്നിട്ടുണ്ട്, ഈ റോട്ടിൽ കൂടെ ഞാൻ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും വട്ടം കറങ്ങി കയറി നമ്മൾ വന്ന റോട്ടിലേക്കായി കയറാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഇങ്ങനെയൊക്കെ ചില സമയങ്ങൾ വഴി തിരിച്ചു വിടും. അന്നേരം ഇപ്പം നമ്മൾ ടോമോ അല്ലെങ്കിൽ നല്ല നല്ല നമ്മുടേതായ പേഴ്സണലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. എന്നാലേ കറക്റ്റ് സംഭവങ്ങൾ വഴി തിരിച്ച് കയറ്റി വിടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിവിടെ ഗൂഗിൾ മാപ്പ് പോലുള്ള സാധനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. അങ്ങനെ ഒരു വള്ളിയുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരായിക്കോട്ടെ, വരാനുള്ളവരായിക്കോട്ടെ, ആരാണേലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നോക്കണം. ഐഗോ, ടോം അങ്ങനെയുള്ള പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് ഇവിടെ ഒരു ടണലിലേക്ക് കയറുന്നത്. ഞാൻ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് ഈ റോഡിൽ. ഈ റോഡ് ഫുള്ള് കയറ്റം ഇറക്കും, ഭയങ്കര കയറ്റവും ഭയങ്കര ടണലാണ് കേട്ടോ. ഈ റോഡിലാണ് 16 കിലോമീറ്ററുള്ള ടണലുള്ള. അടിപൊളി സ്ഥലങ്ങളാ, കിട്ടുന്ന സ്ഥലം. നമ്മൾ ആ മറ്റേ റോഡിൽ കയറി. ഇതാണ് കേട്ടോ താഴെ കൂടെ പോകുന്നതാണ് നമ്മുടെ മറ്റേ റോഡ്. നമ്മൾ മെയിൻ റോഡിൽ കയറി കേട്ടോ. നമ്മൾ വഴി ഇറക്കി വിട്ട റോട്ടിൽ നമ്മൾ തിരിച്ച് കയറി. ഇപ്പം ഓസ്ട്രിയൻ്റെ ഒരു ടോപ്പിലുള്ള റോട്ടിൽ കൂടെ പോകുന്നത് കേട്ടോ. ഒരു ഹൈറ്റ് കൂടിയ റോട്ടിൽ കൂടെ പോകുന്നത്. ഓസ്ട്രിയൻ ഗ്രാമങ്ങളാണ് ഈ കാണുന്നത്. ഓസ്ട്രിയൻ മാറിപ്പോയത് കേട്ടോ. മുമ്പിലൊക്കെ കണ്ട മഞ്ഞ് വീണ് കിടക്കും കേട്ടോ. ഇവിടെയൊക്കെ കണ്ട വീടുകളുണ്ടല്ലോ അടിപൊളിയായിട്ട്. ലൈറ്റ് അങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് നല്ല രസമില്ല കാണാൻ വേണ്ടി, വീടുകൾ കാണാൻ വേണ്ടി. വെയിൽ മുമ്പിൽ നിന്ന് ഈ വലത് സൈഡിൽ നിന്ന് ഇടത്തേക്ക് അടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും രസം. നമുക്കിപ്പോൾ സമയമില്ല. നമുക്കിനി 34 മിനിറ്റും 35 കിലോമീറ്റർ കേട്ടോ. ഓടി കയറുമെന്ന് അറിയത്തില്ല. ഓടി എത്തിയിട്ടില്ല. അവിടെ എവിടെയെങ്കിലും അടുത്തൊരു പാർക്കിംഗ് കയറ്റി അവിടെ ഇവിടെ ഇട്ടിട്ട് നാളത്തേക്ക് കുളിയാക്കും. നമ്മുടെ ടാക്കോ ഒന്ന് പൊട്ടും കേട്ടോ, ഉറപ്പായിട്ട് പൊട്ടും. സമയം 7 മിനിറ്റേ ഉള്ളൂ. പാർക്കിംഗ് ഇല്ല ഇവിടെയൊന്നും. ഞാൻ പറഞ്ഞില്ലേ ബിബിൻ്റെ കയറണമെന്ന് പറഞ്ഞിട്ട് ഓടുന്ന കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ടാക്കോ പൊട്ടായിരിക്കും എങ്കിലും. 6.4 കിലോമീറ്റർ ഉണ്ട്. 6 മിനിറ്റും കാണിക്കുന്നുണ്ട്. 6 മിനിറ്റ് ഇതിലും കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. ഇന്നത്തെ ദിവസം പൊട്ടി കേട്ടാ. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ടാക്കോ അത്ര മെയിൻറ്റെയിൻ ചെയ്ത് വന്നതാണ്. പക്ഷെ ടാക്കോ പൊട്ടിപ്പോയി. പാർക്കിങ്ങിലേക്ക് കയറുക, എങ്ങനെ കളിച്ചാലും കുറച്ച് പൊട്ടിപ്പോയി. അവിടെ മര്യാദയ്ക്ക് സൈഡാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുളിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ വണ്ടി ഓടി കയറുമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ വണ്ടി ഓടി എത്തിയില്ല. 2-3 മിനിറ്റ് എന്താണേ പൊട്ടും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. 3 മിനിറ്റൊക്കെ നമുക്ക് പറഞ്ഞ് നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടും മാത്രം വേണം നമുക്ക് വണ്ടി ഓടിക്കാൻ ഇവിടെ. അതൊക്കെ ചെറിയ പൊട്ടലാട്ടോ. അരമണിക്കൂറും 3/4 മണിക്കൂറും 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ പൊട്ടും. അതൊക്കെയാണ് പൊട്ടൽ. ബ്ലോക്കൊക്കെ വരുമ്പേ 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലേ. പക്ഷേ ഇത് 10 മണിക്കൂറാണ് ഡ്യൂട്ടി. അതുകൊണ്ട് എന്താ അറിയത്തില്ല, നോക്കാം. ഇതിനകത്താ കാണുന്ന 10 മണിക്കൂറാണ് കേട്ടോ. നമ്മൾ ടാക്കോ പൊട്ടിയിട്ടുണ്ടെന്ന് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു. പ്രിൻ്റ് ഔട്ട് ഇതിലാണ് എടുക്കുക കേട്ടോ. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വലിയ ആരെ പണിയൊന്നുമില്ല.
ഓക്കെ പ്രിൻ്റ് ഔട്ട് ഡ്രൈവർ കൊണ്ട് 24 ഇന്നത്തെ ഈ ഡേറ്റ് UTC ടൈം യെസ് അടിച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ടായി ഇന്നത്തെ. കുറേ ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഹിസ്റ്ററി അത് മൊത്തം. ഇതിനകത്ത് നമ്മൾ എഴുതി വെക്കണം കാര്യങ്ങളൊക്കെ. ഇന്ന് നമുക്ക് പാർക്കിങ് ഇത് കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്ന് പറയട്ടെ കേട്ടോ. എന്താ കുറേ ഉണ്ടത്, പട്ടം ചുറ്റി കുറേ വരും കഴിയും. പവറിങ്ങനെ വലിച്ച് ഒന്നേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ടാക്കോ പൊട്ടിച്ച് ഓടാൻ വേണ്ടി ഒരിക്കലും പറയൂല, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ കാലം ബ്ലോക്ക് കിട്ടിപ്പോയില്ല, നമ്മൾ ഓടി കയറേണ്ടതാണ്. നമ്മൾ പരമാവധി മുട്ടിച്ചോടുന്ന ആൾക്കാർ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. 4 മിനിറ്റോളം പൊട്ടി കേട്ടാ. പിടിച്ച് നിൽക്കാം, പറഞ്ഞു നിൽക്കാം, കുഴപ്പമില്ല. എഴുതി വെക്കണം ഇതുപോലെ. അപ്പോൾ നമ്മൾ പണ്ട്, അതായത് നമ്മൾ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പം ആദ്യമായിട്ട് പൊട്ടിച്ച സാധനമാണ് കേട്ടോ. 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ട് ഞാൻ ടാക്കോ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇന്നിപ്പോൾ പൊട്ടിപ്പോയി കേട്ടോ. പൊട്ടണമെന്ന് വിചാരിച്ചല്ല, നമ്മൾ സാധാരണ ദൈവം നമ്മൾ എത്തിക്കാറുണ്ട്. പക്ഷെ ഇന്നെന്തോ ബ്ലോക്ക് കുടുങ്ങിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് എഴുതി ചുരുട്ടി കൂട്ടി വെക്കണം. പോലീസ് പിടിക്കുമ്പോൾ നമ്മളിത് കാണിച്ചു കൊടുക്കണം പോലീസിന്. അവർക്കറിയാം, അവരിവിടെ ടാക്കോല് മെഷീനിൽ കുത്തുമ്പോൾ അവർക്കറിയാം. കഴിഞ്ഞാൽ ഈ കർട്ടനൊക്കെ വലിച്ചിടും കേട്ടോ. ഇങ്ങനെ 2 സൈഡും കർട്ടനും പരിപാടിയൊക്കെ വലിച്ചിടും. എല്ലാവരും ഇടും, നമ്മൾ മാത്രമല്ല. ഇപ്പോൾ ലൈറ്റ് വേണം, ഇതിനടിയിൽ നിന്ന് റൂഫ് ഓപ്പൺ ആക്കും. അപ്പോൾ ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പോഴത്തെ ഒരു ഐഡിയ ആണ്. ഇരുട്ട് 7:30 ആയി കേട്ടോ സമയം. കുളിക്കാനാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. അപ്പം കുളിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ പാർക്കിംഗ് ആണ്. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. നല്ല വണ്ടി കേട്ടോ, നമ്മുടെ കമ്പനി വണ്ടി ഇവിടെ ഉണ്ട്. ഫുള്ള് വണ്ടിയാണ്. ഇതാണ് കേട്ടോ ഷവർ. കുളിക്കാൻ വന്നതാണ്. ചെരുപ്പാണ് ചൂടിട്ടാണ്. രാവിലെ ആകുമ്പോൾ ചായ വെപ്പാട്ടോ. ചായ അല്ല, കാപ്പി. ഫുള്ള് പാർക്കിങ് ഫുള്ളാണ്. അതായത് അങ്ങോട്ടുള്ള വണ്ടി ഇട്ടിരിക്കുന്നുണ്ട്, മുന്നോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. ആ വണ്ടീന് ഇപ്പുറത്ത് ഒരു വണ്ടി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഇപ്പുറം ഒരു വണ്ടി കേട്ടോ. ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കിടക്കുന്നത്. കാരണം അതുകൊണ്ടാ അവിടെയും വണ്ടിയാണ്. ആരെയും ബുദ്ധിമുട്ടാക്കാണ്ട് നമുക്ക് എടുത്തിട്ട് പോകണം. ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. 8:35 റെസ്റ്റ്. 9 മണിക്കൂറായി നമുക്ക് വണ്ടി എടുക്കാം. ഇതാണ് അവസ്ഥ കേട്ടോ. ഫുള്ള് ബ്ലോക്കാണ്. നമ്മൾ ചെറുക്കനെ കുടുങ്ങി കേട്ടോ. വലിയ പാർക്കിംഗ് ആണ്, പക്ഷേ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം കുടുങ്ങി. മുമ്പിലൊക്കെ വണ്ടി ഇട്ട് ബ്ലോക്ക് ആക്കിയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതുവരെ നമ്മളിങ്ങനെ ഇതാക്കിയിട്ടില്ല കേട്ടോ, ഇതേപോലെ പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും മോശപ്പെട്ട സമയത്ത് നമ്മൾ വന്ന് പാർക്കിംഗ് കിടന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ മുമ്പിൽ കിടന്നവനെ വണ്ടി എടുപ്പിച്ച് മാറ്റി കേട്ടോ. ഇങ്ങനെ വണ്ടി ഇടാൻ പാടില്ല. അതുകൊണ്ട് മുമ്പിൽ കിടന്നവൻ്റെ വണ്ടി എടുത്ത് മാറ്റിച്ചു കേട്ടോ അവർ. കാരണം ഒത്തിരി വണ്ടി ബ്ലോക്കായി മുമ്പിൽ. അല്ല, എൻ്റെ ബേക്കിലേക്ക് ഒത്തിരി വണ്ടിയുണ്ട് ബ്ലോക്കായി കിടക്കുന്നത്. അതുകൊണ്ട് അവനെ എടുത്ത് മാറ്റിപ്പിച്ചു. ഇതാ മുമ്പിൽ കിടക്കുന്ന വണ്ടിയാണ് മാറ്റിച്ചത് കേട്ടോ. അവൻ്റെ റസ്റ്റ് പൊട്ടി ഇന്നത്തെ. അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാറ്റിക്കും കേട്ടോ. ഇന്നിവിടെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഇതിന് മാത്രം വണ്ടി വന്ന് ചാടിയത്. ഫുള്ള് ബ്ലോക്ക് കേട്ടോ. ഇത് ടെലിപാസ് മുഖാന്തരം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന് കയറുന്ന ടോളാണ് കേട്ടോ. നല്ല ഓട്ടോമാറ്റിക്കാണ്. ആൾക്കാരുടെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് പൊങ്ങിക്കോളും കേട്ടോ.
ഇവിടെ എല്ലാം വണ്ടി കൊണ്ടിട്ടുണ്ട്. ഇത് സാറ് ഇടാറുണ്ട് ഇങ്ങനെ, ഇത് പ്രശ്നമല്ല. എന്നാലും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് അടിച്ചു കേട്ടോ. നമുക്ക് കുറച്ചധികം ബ്ലോക്കായി പോയി. ഇതുകൊണ്ടോ വണ്ടിയെല്ലാം സ്റ്റാർട്ടിങ് ആയി എല്ലാവരും. ഇറ്റലിയിലൊരു 60 കിലോമീറ്റർ സ്പീഡിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇത്. A22 റോഡാണ്. ഈ റോഡിൽ 60 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. അതായത് വലിയ മലേൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ ഉള്ള റോഡാണ്. താഴെ ഒരു ചെറിയൊരു ഇത് കണ്ടോ, പുഴ പോലെ. ഇതാണ് SOS കേട്ടോ, രാത്രിയെല്ലാം കിടന്നുറങ്ങുന്നത്. താഴെ കൂടെ കണ്ടോ റോഡൊക്കെ പോകുന്നത്. ഈ താഴെ കാണുന്ന കൃഷിസ്ഥലമാണ് കേട്ടോ, ആപ്പിളിൻ്റെ ഇതാന്ന് തോന്നുന്നു കണ്ടിട്ട്. നേരെ മുമ്പിൽ കണ്ടോ ഒരു അടിപൊളി ഒരു മല. A22 കേട്ടോ. ഈ മല കണ്ടോ, നല്ല രസമാണ്. ഈ രണ്ട് സൈഡ് കാണുന്നത് ഈ ഒരുമാതിരി തുരുമ്പിൻ്റെ കളർ ഉണ്ടെങ്കിൽ അത് A22 ആയിരിക്കും കേട്ടോ. അത് തുരുമ്പല്ല ഈ സൈഡിൽ കാണുന്നത്, പക്ഷെ അത് അങ്ങനത്തെ എന്തോ ഒരു പ്രത്യേക ഒരു കളറാണ്. കുളിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള പോക്കാട്ടാ. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്കെല്ലാം കുളിയെല്ലാം കണക്കായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് ഡ്രൈവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലവർക്ക് നല്ല അടിപൊളി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, എല്ലാ ദിവസവും കുളിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചിലവർ 2 ദിവസം കൂടുമ്പോൾ ഒക്കെ ആയിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഈ പാർക്കിങ്ങുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷെ എന്നാ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിക്കൂറാണ് നമുക്ക് റെസ്റ്റ് ടൈം വരും. ആ 9 മണിക്കൂർ റെസ്റ്റ് ടൈം വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനിടയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ കുളി ചിലപ്പോൾ അങ്ങ് ഉപേക്ഷിക്കും. എല്ലാ ദിവസവും ഉള്ള കുളി പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും കുളിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇവിടെയുള്ള ആരും കുളിക്കാറില്ല എന്നല്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഓടുന്ന ഒത്തിരി ഡ്രൈവേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഫ്രീസർ വണ്ടിയിൽ അങ്ങനെയുള്ള ടാങ്കറിലെല്ലാം പണിയെടുക്കുന്നവരുണ്ട്. അവർക്ക് ചില സ്ഥലങ്ങളിൽ നല്ല നല്ല പാർക്കിങ്ങുകൾ കിട്ടും. അത് ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും. നല്ല കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ കുളിക്കാനുള്ള സംവിധാനങ്ങൾ, ഫെറി അങ്ങനെയുള്ള ഇത് കിട്ടുവാണെങ്കിൽ അവിടെ പോയി അവരുടേതായ ഇതിൽ കുളിക്കാനും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഇതേപോലെ ഇൻ്റർനാഷണൽ ഓടുന്ന കട്ടൻ വണ്ടിയാണ്, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്കുണ്ടാവും. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുളിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് കമ്പനികളിൽ തന്നെ കിട്ടും. ചില സ്ഥലങ്ങളിൽ കമ്പനികളിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും കുളിക്കേണ്ട ആവശ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. നമ്മളങ്ങനെ വിശർക്കുന്നതും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് സൈഡ് പൊളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മെയിനായിട്ട് കുളിക്കേണ്ടതൊക്കെ ഒരു വിശർപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ. വിശർപ്പൊക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ ചൂടിൻ്റെ സമയം വരാൻ പോകുന്ന കേട്ടോ, നല്ല ചൂട് സമയമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സംഭവം കുളിയൊക്കെ എല്ലാ ദിവസവും ചിലപ്പോൾ ആവും. അപ്പോൾ നമ്മൾ നാട്ടിലും ട്രക്കിൽ തന്നെയായിരുന്നു. സൗദിയിൽ പോയപ്പോൾ അവിടെയും ട്രെയിലർ തന്നെയായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇതിൽ പിണ തന്നെ കേട്ടോ. അപ്പം നമുക്കത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നമ്മളത് ശീലമായി. നമ്മളെന്ത് കാര്യവും ശീലമായി കേട്ടോ. അപ്പം നമ്മളതുകൊണ്ട് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പോകുന്നത്. നമ്മൾ നാട്ടിലായിരുന്ന സമയത്ത് നമ്മൾ ഓരോരോ ഈ ചെറിയ ചെറിയ പുഴകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് കുളിക്കൽ. പിന്നെ ഓഫീസുകളിൽ പോകുമ്പോൾ അവിടെ നിന്നല്ലോ കുളി. ഇവിടെ വന്നപ്പോൾ എല്ലാ പമ്പുകളിൽ കുളിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും നമുക്കത് പറ്റൂല കേട്ടോ. നമുക്ക് നമ്മുടെ ഉറക്കം ഒന്നാമത് ചിലവർ പറയും നമ്മളെ കമ്പനി ഓടിക്കൂല, പക്ഷെ അത് എല്ലാ കമ്പനികളും നമ്മൾ ഓടിച്ചിട്ടേ പൈസ തരുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് ചിലപ്പോൾ ആ 9 മണിക്കൂർ കിടന്നുറങ്ങി 9 മണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് വണ്ടി എടുക്കേണ്ട സമയങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ സമയം ഈ 9 മണിക്കൂർ കഴിഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ ആ 9 മണിക്കൂറിനുള്ളിൽ ഈ പരിപാടിയൊക്കെ ചെയ്യണം. എങ്ങനെയാണെങ്കിൽ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ പോയി, അതിനിടയ്ക്ക് രാത്രിക്കത്തെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ ആകുമ്പോൾ ഒരു അരമണിക്കൂർ, അങ്ങനെ 1.5 മണിക്കൂർ.
പിന്നെ രാവിലെ നമ്മൾ എണീക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കളിച്ചാലും 1 മണിക്കൂർ മുന്നേ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായി കറക്റ്റ് 9 മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടി തയ്യാറാകാൻ പറ്റുള്ളൂ. 2.5 മണിക്കൂർ അങ്ങ് മാറി. ആ 2.5 മണിക്കൂർ മാറുക എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 6.5 മണിക്കൂറിൽ വരിക. ആ 6.5 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. സംഭവം കുഴപ്പമില്ല, 6.5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. എന്നാലും പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ച് ഈ 9 മണിക്കൂർ ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഓടിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണം പിടിക്കും കേട്ടോ. ക്ഷീണം പിടിക്കാണ്ടിരിക്കുമൊന്നുമില്ല. എന്ത് വലിയ പറക്കുന്ന ഡ്രൈവറാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഇരുന്ന് ഓടിക്കുക. നമ്മുടെ നാട്ടിലെ മെത്തേഡല്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ. 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പരമായ 4.5 മണിക്കൂർ നിന്ന് വണ്ടി ഓടിപ്പിക്കും. വണ്ടി ഓടിപ്പിക്കുന്നതല്ല, ഓടിച്ചിട്ട് ആണ് നമ്മൾ റെസ്റ്റിലേക്ക് കയറുന്നത് കേട്ടോ. പിന്നെ 3/4 മണിക്കൂർ റെസ്റ്റ്, പിന്നെ 4.5 മണിക്കൂർ വീണ്ടും വണ്ടി ഓടിക്കും പരമാവധി. നമ്മൾ ഇതാരും കുറ്റപ്പെടുത്തുകയല്ല, നമ്മളെ തന്നെ ഇകഴ്ത്തിയോ അല്ലെ ഇതായിട്ട് പറയുന്നൊന്നും അല്ല. വെള്ളമാണ് കേട്ടോ, വെള്ളം. ഇത് കൃഷിയാന്ന് കേട്ടോ, പാർക്ക് ചെയ്തിട്ട് കണ്ടോ. ഇത് രാത്രി സൈഡാക്കാൻ സ്ഥലം കിട്ടാനായിട്ട് വന്ന് കിടക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. ആരും നെഗറ്റീവായിട്ടൊന്നും എടുത്തേക്കരുത്. നമ്മൾ ഇവിടെ വരുന്ന ഇനിയിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. കുറേ പേര് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാണ്ട് ഒത്തിരി പേര് കയറി വരുന്നുണ്ട്. ശമ്പളം മാത്രം ലക്ഷ്യം വെച്ച് കയറി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ പണിയിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി പോകും. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ, നമ്മളങ്ങനെയല്ല, എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് രക്ഷപ്പെടണം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി പോകും എന്നുള്ളൊരു ചിന്താഗതിയൊന്നും എനിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ട് എൻ്റെ പണി പോയാൽ ഞാൻ അടുത്ത സ്ഥലം തപ്പിപ്പിടിച്ച് പോകും. മനസ്സിലായോ? ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു നല്ല വേറൊരു സ്ഥലം. ആദ്യം ഞാൻ നാട്ടിലെ ലോക്കൽ വണ്ടിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാഷപ്പുറമറ്റിൽ പോയി. അതിൽ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ കിട്ടും. നാഷപ്പുറമറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൾഫിലേക്കുള്ളൊരു ഓപ്ഷൻ വന്നത്. അതിലും ബെറ്ററാന്ന് തോന്നി ഗൾഫിൽ പോയി പണിയെടുത്ത് അതിലും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ വന്നു. അത് ഇതായിരുന്നു. ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ഇവിടെയും പറ്റുന്നില്ല, ഇവിടെ മോശമായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ അന്നേരം അടുത്ത പരിപാടി നോക്കും കേട്ടോ. നമ്മളെവിടെ തോറ്റു കൊടുക്കുന്ന ആളല്ല, തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറുമല്ല. എങ്ങനെയെങ്കിലും ജീവിതം കരപിടിപ്പിക്കണമെന്നുള്ള ഒറ്റ ചിന്താഗതി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് എല്ലാം നടക്കും, നല്ല രീതിയിലാവും. ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, നമ്മളിങ്ങനെ മുട്ടിച്ച് വണ്ടി ഓടിക്കുന്ന ആളാണ് കേട്ടോ. നമുക്കിന്ന് ഇറക്കാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ മുട്ടിച്ച് പോകുന്നത്. ഇവിടെ ഇറ്റലി ഓടിക്കുമ്പോൾ ഇതേപോലത്തെ SOS ഉണ്ടാവും. SOSകളിൽ കൊണ്ട് വണ്ടി സൈഡാക്കും കേട്ടോ. കൊളവങ്കട ഇപ്പം നമ്മൾ പാസ്സായി. എവൺ റോഡ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത റോഡാണ്, എന്നാലും ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി വെറും 6 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഡ്രൈവിംഗ് ടൈം 6 മിനിറ്റ്. എന്നാലും നമ്മൾ ഓടും. ഇവിടെ SOS ഫ്രീ ആണ്, എന്നാലും നമ്മൾ ഓടും. അത് ഇറ്റലിനോടൊന്ന് ഉള്ള നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. SOSൻ്റെ കളിയാണ്. അയ്യോ, റോഡ് പണി വരുന്നുണ്ടല്ലോ, കൊണ്ടിറങ്ങാൻ വേണ്ടി. റോഡ് പണിയുണ്ട്, 5 മിനിറ്റേ ഉള്ളൂ. അടുത്ത SOS കയറില്ലേ ശരിയാവില്ല, പണി പാളുമില്ലെങ്കിൽ. എങ്ങനെയാണ് ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നത് ഞാൻ പറഞ്ഞ ഇതിലാട്ടോ. അതിനകത്തൊന്നും കാണിക്കുന്നില്ല ബ്ലോക്കൊന്നും. അവിടെ ഒരു SOS ഉണ്ട്, അതിനകത്ത് കയറാം. പക്ഷെ അത് പാലത്തിനടിയിലാകുമ്പോൾ ട്രക്ക് പാർക്കിങ് അല്ല, പാർക്കിങ് അവിടെ കുഴപ്പമില്ല. ഉണ്ട്. നമ്മളെ റോഡ് പണിയുള്ളിടത്തൊക്കെ നമ്മൾ വിശ്വസിച്ച് ഓടിപ്പോയാൽ ചോറയാ. അവിടെ നടക്കൂല. അവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേണ്ട, റോഡ് പണിക്കാരുടെ വണ്ടി ഇട്ടിരിക്കുക. അയ്യോ, പക്ഷെ കിട്ടും കേട്ടാ, പാർക്കിങ് കിട്ടും. ഈ പോകുന്ന വണ്ടി കണ്ടോ, അത് എന്നാ വൈഡാന്നുണ്ടോ, എന്നാ ചവിട്ടുന്നുണ്ടോ പുള്ളി. അതിൻ്റെ സേഫ്റ്റിക്കാരും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇപ്പോൾ ഓവർടേക്കൊക്കെ അടിച്ചിട്ടാണ് വന്നത് പുള്ളി. ബേക്കിലുണ്ടെന്ന് തോന്നുന്നു, വേറെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ മേലെ കൂടെ പോകുന്നുണ്ടോ, റോഡാണ് കേട്ടോ. അത് E35 ദേവണ്.
ഇതിൽ വന്നാൽ അത്യാവശ്യം നല്ല തുരങ്കങ്ങളാണ്. കയറുക ഇറങ്ങുക ഇതിൻ്റെ പരിപാടിയാണ്. നമുക്കൊരു 300 കിലോമീറ്റർ കൂടെ ഉണ്ട് ഇനി. എന്താ ഒരു തുരങ്കം ഇറങ്ങിയ വഴി അടുത്ത് തുറക്കും. ഇലകലം കാട. വീണ്ടും അടുത്ത് തുറങ്ങും. അതായത് ഇതിന്റെ മേലെ കൂടെ വെറും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് മറ്റേ എന്താ പറയാ ഗ്രീൻ ബെൽറ്റ് പോലെ ചെയ്തിട്ടിരിക്കുന്നതാണ്. മേലെ വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. എന്നാലും ആ ഭൂമിയുടെ കിടപ്പിനെ നശിപ്പിക്കാത്ത രീതിയിൽ കണ്ട മേലെ കൂടെ കണ്ട വെറുതെ ഒരു മണ്ണ്, കുറച്ച് ഏരിയ മണ്ണ് മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ ഘടന നശിപ്പിക്കാതെ ചെയ്തു വെച്ചിരിക്കുന്ന കേട്ടോ ഓരോ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ ചെയ്യുമോ? കുറ്റം പറയുന്നതല്ല കേട്ടോ, കുറ്റം പറയുന്നതായിട്ട് ആരും ചിന്തിച്ചേക്കരുത്. ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെയുള്ള ഒരു ഇതും കൂടി കണ്ടോ, ഒരു തുരങ്കം കൂടി, അതിൻ്റെ അതേപോലെ തന്നെ കേട്ടോ. ഫ്ലിപ്പേഴ്സാണ് പോകുന്നത്, ഫ്ലിപ്പേഴ്സ്. നമ്മുടെ നാട്ടിൽ ഇപ്പം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഫ്ലിപ്പേഴ്സ്, ഫ്ലിക്സ് ബക്സ് അല്ലേ. ഇറ്റലിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. മല തുളച്ച് ഇങ്ങനെ വിട്ടോളും തരംഗങ്ങൾ വഴി കേട്ടോ. റോഡ് ഫുള്ള് തരംഗങ്ങൾ വഴിയായിരിക്കും. ദേവൺ റോഡ് കണ്ടമാനം തരംഗങ്ങളുണ്ട്. പാലം തുറക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. താഴെയൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് മലയാണ്, എവിടെ നോക്കിയാലും മലകളാ. നമ്മുടെ നാട് പോലെയുള്ള ഒരു സ്ഥലമാണ് ഇത്. നമ്മുടെ നാടിനേക്കാളും ഇതുള്ള സ്ഥലമാണ്, പക്ഷെ എന്നാലും നല്ല റോഡുകളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെന്ന് ആലോചിക്കുക, എത്ര ദിവസങ്ങളെടുക്കും ഇതൊന്ന് കവർ ചെയ്ത് അപ്പുറം എത്താൻ വേണ്ടി. ഇവിടെയൊക്കെ കണ്ടോ വണ്ടിയുടെ സ്പീഡ് പോലും പറയുന്നില്ല, 85. ഇത് കിലോമീറ്ററുകളോളം ഉണ്ടാവും കേട്ടോ തുരങ്കം. ഒരു ഭ്രാന്തൻ തുരങ്കത്തിൽ നിന്ന് ഓവർടേക്ക് അടിക്കുന്നത്. തുരങ്കത്തിൽ നിന്ന് ഈ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഓവർടേക്കിങ് പാടില്ല കേട്ടോ. ഇവിടുത്തെ ലോക്കലാ, വെറുതെ അല്ല. നമ്മൾ സ്പീഡ് കുറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുത്തു അവൻ കയറും കേട്ടോ. അവൻ ചിലപ്പോൾ ഒരു ടാങ്ക്സ് പറയും. ഇറ്റലിക്കാരങ്ങനെ വലിയ ടാങ്ക്സ് തരുന്ന ആൾക്കാരല്ല. ബഡിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. മുമ്പിൽ ക്യാമറ ഉണ്ട്, അതാ പറയുന്നത് കേട്ടോ. ആ മുന്നിൽ കാണുന്ന വമ്പൻ ഒരു മലയാന്ന് കേട്ടോ. ആ മലയാണ് ഇപ്പോൾ തുരന്നങ്ങ് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ടണലടിച്ചിട്ടിരിക്കുകയാണ്. എന്നാ വലിയ മലയാന്ന് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും നമ്മുടെ നാട് തന്നെ കേട്ടോ, ഒരു മാറ്റവും ഇല്ല. നമ്മുടെ നാട്ടിൽ അതേപോലെ ഉണ്ട്. പക്ഷെ റോഡൊക്കെ മാറ്റമുണ്ട്. സ്ഥലങ്ങളൊക്കെയാണ്, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ നാട് പോലെ. റോഡൊക്കെ വേറെ ലെവല് സാധനം. മാത്രമല്ല കേട്ടോ, ഈ റോഡിൽ പണിക്കാരുണ്ടാവും കേട്ടോ ഇഷ്ടം പടി. നമ്മുടെ നാട്ടിലെ പോലെ വൃത്തിയാക്കാനും ഇതാക്കാനൊന്നും ആൾക്കാരില്ലാണ്ടല്ല. നമ്മുടെ നാട്ടിലൊന്നും വൃത്തിയാക്കാനും ഇതാക്കാനൊന്നും ആൾക്കാരില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. റോഡ് മെയിൻ്റെനൻസിന് ആൾക്കാരുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു കോഡുണ്ട്. റോഡ് പണി നടക്കുന്ന ഇത്ര മീറ്റർ ഇപ്പുറത്തുനിന്ന് ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വണ്ടി തിരിച്ച് വിടും. അത് ഈ റൂളാണ് കേട്ടോ. ഇപ്പോൾ ആ തുരങ്കം നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങും കേട്ടോ. അത് കയറി ചെറിയ ഭാഗത്തേക്ക് കയറി അടുത്ത് തുടങ്ങും. അതാണ് ഇറ്റലി. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല കിടിലം മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ അപ്പുറം കണ്ടോ, നല്ല മൂടി കെട്ടിയിട്ടുള്ളത്.
ചെറുതായിട്ട് മഴ പെയ്ത് പോകുന്നോണ്ട് ഒരു സുഖമില്ല. ഗ്ലാസ് അത്ര വൃത്തിയാകുന്നില്ല കേട്ടോ. ടണൽ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കയറുക ഇറങ്ങുക ഇതിൻ്റെ പരിപാടി കേട്ടോ. ചില ടണലിലും കയറി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇരുട്ടത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലേ അതാ സുഖം. ഇതെന്നറിയാം, അപ്പുറത്തെ കേട്ടോ കിടില റോഡ് പോലെ അതിലാണ് നമ്മൾ വരുന്ന കേട്ടോ. ഈ റോഡിലാണ് നമ്മൾ വരല്. അപ്പുറത്തുണ്ടോ പാലം? എല്ലാ ഹൈറ്റിലാന്നുണ്ടോ ആ പാലം? ഭയങ്കര ഹൈറ്റിലാ പാലം കേട്ടോ. ഒരു ഭ്രാന്ത് നമ്മൾ ഓട്ടോയ്ക്ക് അടിക്കുന്നുണ്ട്. നമ്മൾ 89 പോകുന്നത്, എന്നിട്ട് നമ്മളെ അടിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവൻ എത്രയാകുമ്പോൾ സ്പീഡ്? മഴ തുടങ്ങി ചെറുക്കനെ. മൊത്തം റോഡ് പണി മഴയും. നമ്മളിപ്പോൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ആകപ്പാടെ ഒരു 54 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എത്തി കേട്ടോ. 1100 കിലോമീറ്റർ 1.5 ദിവസം കേട്ടോ. നമ്മുടെ ട്രിപ്പ് ഏകദേശം ഈ ട്രിപ്പും കംപ്ലീറ്റ് ആവുക. 2 സൈഡ് ഓപ്പണിംഗ് ഉണ്ടാവും ഇപ്രാവശ്യം. എന്താണെങ്കിലും ഉറപ്പാണ് ഓപ്പണിങ് കിട്ടും. കാരണം ഇറ്റലി ഭാഗങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫോർക്ക് ലിഫ്റ്റ് ആയിരിക്കും കേട്ടോ. വലിയ ഫോർക്ക് ലിഫ്റ്റ് ആയിരിക്കില്ല. ജർമ്മനിയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഫോർക്ക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇറ്റലിയിൽ ചെറിയ ഫോർക്ക് ലിഫ്റ്റ് ആയിരിക്കും കേട്ടോ. റോഡൊക്കെ കുറച്ച് കട്ടറൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്ഥലം കേട്ടോ. നല്ല ലൈറ്റും, ഹെവി ലൈറ്റാ. ആ മുമ്പിൽ കാണുന്ന ഒരു ചെറിയൊരു മലയാണ്. ആ മലേൻ്റെ മണ്ടയ്ക്ക് മൊത്തം വീടുകളാണ് കേട്ടോ. വീടുകളും ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട്. നമ്മൾ എക്സിറ്റ് ഇറങ്ങും കേട്ടോ. നമ്മൾ എക്സിറ്റായി. റോമയാന്ന് നേരെ. ഇവിടുന്ന് റോമയ്ക്ക് അത്രേ ഉള്ളൂ കേട്ടോ. ഒരു കൂടിപ്പോ ഒരു 10-20 കിലോമീറ്റർ. മാതാവിൻ്റെ ഒരു ഇതുണ്ട് രൂപം, അടിപൊളിയാക്കി കേട്ടോ. ലോക്കൽ റോഡ് ഇറങ്ങി. ലോക്കൽ റോഡ് ഉണ്ടല്ലോ, ഇത് കണ്ടോ ഫുള്ള് കട്ട. താഴെ കണ്ട ഒരു പഴയ ബിൽഡിങ് കണ്ട. നല്ല പഴക്കമുണ്ട് കേട്ടോ ആ ബിൽഡിങ്ങിന്. നന്ന പഴക്കമുണ്ട് കണ്ടോ. ഇതൊക്കെ എന്ത് റോഡൊന്ന് വലിയ ഗുണമില്ലാത്ത വഴികളാണല്ലോ. ഏതോ പട്ടിക്കാട്ടിലാന്ന് തോന്നുന്നു കേട്ടോ കമ്പനി. പട്ടിക്കാട് അതാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേ ഒന്ന് വണ്ടി പോകാൻ പാടില്ല, വേറെ വഴിയില്ല. ഇതെന്തോന്ന്, ഇത് ഫുള്ള് ലോക്കൽ റോഡല്ലേ. നന്ന ശോക റോഡ് കേട്ടോ. അത് നോക്കി, നന്ന മോശം. ഇത് ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പോകുന്ന കേട്ടോ നമ്മുടെ വണ്ടി. യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയും പറഞ്ഞ കേട്ടോ. ഇങ്ങനെയൊക്കെ വണ്ടി ഓടിയിട്ട് വരണം നമ്മൾ. ഇറ്റലി ഗ്രാമത്തിൽ കയറി. മേലൊക്കെ ഉണ്ടോ ലൈറ്റൊക്കെ കത്തിച്ച്, ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയുള്ള ഡിസൈനാക്കിയിട്ട്. ഇത് അങ്ങോട്ട് നോൺട്രി കേട്ടാ. ഇതിൻ്റെ മേലൊക്കെ ഉണ്ടോ ലൈറ്റ്, രാത്രി ഇടാൻ വേണ്ടിയാണ് കേട്ടോ ഈ സാധനം. പെൺപിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ടാ വണ്ടി ഓടിക്കുന്നു ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, മിക്കപ്പോഴും പെൺപിള്ളേർ തന്നെ വണ്ടി ഓടിയിട്ട്. അത് പണിയാണല്ലോ. അമ്മച്ചിയൊക്കെ എന്തൊരു വരുന്ന വണ്ടി കൊണ്ട്. കമ്പനി എത്തിയിട്ടുണ്ട്. ഇപ്പം പേപ്പറൊക്കെ ആയിട്ട് പോയി നോക്കട്ടെ കേട്ടോ. എന്താ അവസ്ഥ അറിയത്തില്ല, പോയി നോക്കട്ടെ. ഇതാണ് കേട്ടോ കമ്പനി. ചെറിയൊരു കമ്പനിയാണ്. ഇറ്റലി ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ഇത്രയും ചെറിയ സ്ഥലത്ത് കൂടെ ഒക്കെ വരുള്ളൂ. ഇറ്റലി എത്തിക്കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ഓപ്പൺ ആണ്, നായിക്കോലാവും. 2 സൈഡ് തുറക്കാനുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ മാറുക ഉണ്ടോ, അതൊക്കെ എടുത്തിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അതായത് ഇവിടെ ചെറിയ ഇതായിരിക്കും ഫോർക്ക് ലിഫ്റ്റ്. നമ്മൾ പാവൊളീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോ, പൊളിച്ചു. ഇനിയിപ്പോൾ അവർ വന്നിട്ട് വേണം ലോഡ് ഇറക്കാൻ വേണ്ടി. ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പുറം ഡബിൾ സൈഡ് പൊളി കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ ഇതായിരിക്കും ഫോർക്ക് ലിഫ്റ്റ്. ഇതെല്ലാം മരത്തിൻ്റെ സ്ഥലമാണ്, മൊത്തം മരത്തിൻ്റെ കേട്ടോ. ഇതുണ്ടോ നമ്മുടെ വണ്ടി ഉണ്ടോ കിടക്കുന്നത്, ചെറിയ സ്ഥലമാണ് കേട്ടോ, ചെറിയൊരു ഏരിയയിലാണ് കൊണ്ട് ലോഡ് ഇറക്കുന്നത്. അത്രേ ഉള്ളൂ. വളഞ്ഞുകൂടിയാണ് വന്ന് ലോഡ് ഇറക്കാൻ പറ്റുന്നത് കേട്ടോ. അത് അവന്മാരെ ഇറക്കാനെത്തിയ ആൾ ഈ അമ്മാവനാ ലോഡ് ഇറക്കുന്നത് കേട്ടോ. ആ ലോഡർക്ക് അപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് മേലൊക്കെ ഇത് സൈസ് കൂടുതല കേട്ടോ. അയാളവിടെ വെച്ച് സാധനം. ഇവിടെ ചെറിയ ഫോർക്ക് ലിഫ്റ്റ് ആണ്, അതാണ് പ്രശ്നം കേട്ടോ. വലുതാണ് പടപടയെ പരിപാടി നടക്കും. കുഞ്ഞ ഫോർക്ക് ലിഫ്റ്റ് ഫുള്ള് ബാക്കോട്ട് വലിച്ചു കേട്ടോ 2 സൈഡ്. ഇനിയിപ്പോൾ ഈ ഒരൊറ്റ പീസേ എടുക്കാനുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം ഫുള്ളായി. ഇറക്കി കഴിഞ്ഞാൽ കേട്ടോ ഇനി ഒരൊറ്റ പീസ് കൂടി ഉള്ളൂ. ലോഡർക്ക് ഈ സൈഡ് ഫുള്ള് പട്ടയിട്ട് കേട്ടോ, പിന്നെ ഈ സൈഡും കൂടി പട്ടയിടാം. കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ കമ്പനികളാണ് കേട്ടോ. വെറും നല്ല മിസ്റ്റേക്ക് ആയിട്ടുള്ള കമ്പനിയാണ്. അതായത് നല്ല ചെറിയ സ്ഥലം കേട്ടോ. അപ്പുറം സ്ഥലം കണ്ടോ, 2 സ്ഥലം ചെറുതാ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് മെയിനായിട്ട്. ഒരു ഗേറ്റ് നമ്മളിന്ന് ഇവിടെ വെച്ച് കിടന്നുറങ്ങും കേട്ടോ, അല്ലാണ്ട് വേറെ പണിയൊന്നും വന്നിട്ടില്ല വേറെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ കൂടെ കുടിക്കോട്ടെ. അപ്പോൾ ശരി.